നിരോധനം ലംഘിച്ച് കണ്ണൂരിലേക്ക് വൻതോതിൽ പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ എത്തിക്കുന്ന കേന്ദ്രത്തിൽ വീണ്ടും ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ റെയ്ഡ്. ചാലാട് ഹാദിൽ ട്രേഡേഴ്സിലാണ് പരിശോധന നടന്നത്. നിരോധിത ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയതിനെ തുടർന്ന് സ്ഥാപനത്തിന് 1,00,000 ലക്ഷം രൂപ പിഴ ചുമത്തി. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വൻതോതിൽ കണ്ണൂരിലേക്ക് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ എത്തുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നിരീക്ഷണം കർശനമാക്കിയത്. കണ്ണൂരിലെ മിക്ക വ്യാപാര സ്ഥാപനങ്ങളിലേക്കും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ എത്തുന്നത് ചാലാട് ഫാദിൽ ട്രേഡേഴ്സിൽ നിന്നാണെന്ന് കണ്ടെത്തിയതോടെയാണ് പരിശോധന നടത്തിയത്. നേരത്തെയും ഇവിടെ നിന്ന് നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടിയിരുന്നു. 25 കിലോയോളം നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളാണ് ചാലാട് ഫാദിൽ ട്രേഡേഴ്സിൽ നിന്നും പിടികൂടിയത്. നേരത്തെ 5,000 രൂപയാണ് പിഴ ചുമത്തിയിരുന്നത്. വീണ്ടും തെറ്റ് ആവർത്തിച്ചത് കണ്ടെത്തിയതോടെ പിഴ 25,000-ആയി വർദ്ധിപ്പിച്ചു. ചില സ്ഥാപനങ്ങളിൽ തെറ്റിദ്ധരിപ്പിച്ച് നിരോധിത ക്യാരി ബാഗുകൾ വിതരണം ചെയ്തതായി കണ്ടെത്തിയതിനെ തുടർന്നാണ് ചാലാട് ഫാദിൽ ട്രേഡേഴ്സിൽ പരിശോധന നടത്തിയതെന്ന് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് വ്യക്തമാക്കി. മുൻകൂട്ടി ഓർഡർ എടുത്താണ് ക്യാരി ബാഗുകൾ ആവശ്യമായ ഹോട്ടൽ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് ഈ ഏജൻസി എത്തിക്കുന്നത്. ഇക്കോസ്റ്റാർ, ഇക്കോടെക് എന്നീ ലേബലുകൾ പതിച്ച വ്യാജ ബയോ ക്യാരി ബാഗുകളാണ് പിടിച്ചെടുത്തതെന്നും സ്ക്വാഡ് വ്യക്തമാക്കി. നേരത്തെ ചുമത്തിയ പിഴ ഇതുവരെ അടക്കാത്തതിനാൽ റവന്യൂ റിക്കവറി ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കാനും എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരിശോധനയ്ക്ക് KR അജയകുമാർ, VS പ്രവീൺ, കോർപ്പറേഷൻ സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ജിതേഷ് ഖാൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.